നമുക്കിന്നൊരു തലക്കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. മറ്റേടെ തലയാണ് കേട്ടോ, അത്ര ഏറ്റവുമല്ല, പക്ഷെ വലിയ വലിപ്പമുള്ള ഒരു മറ്റേടെ തലയാണ്. അപ്പോൾ തലക്കറി കൂട്ടാൻ ഇഷ്ടമുള്ള ഒരാളുണ്ട്, എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട്, ഒരു കുടം, ചെറിയ കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് ഞാനത് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയെടുത്താണത്. ഇത് നമ്മൾ അരച്ച് ചേർക്കണം. ചാറിനൊരു കൊഴുപ്പും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അരച്ച് ചേർക്കും. വലിയ ചാറൊന്നുമില്ലാത്ത ഒരു പറ്റിച്ചെടുക്കണ ഒരു തലക്കറിയാണത് കേട്ടോ. അങ്ങനെ തന്നെ തല ഇട്ടിട്ട് വയ്ക്കുന്നതല്ല ഞാൻ, അതിങ്ങനെ കൊത്തി കഷ്ണങ്ങളാക്കിയിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കും, നല്ല ജീരകമല്ല, ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സബോള 2 ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ വലിയ മീൻ വലിയതായിട്ട് ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ തല മാത്രം ഇങ്ങനെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് അത്. പിന്നെ അതൊന്നൊന്നുമില്ല ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, എല്ലാ വലിയ മീനിൻ്റെ തല ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വഴന്ന് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ തണുത്ത് വെച്ചിട്ടുള്ള നമ്മൾ കോരി വെച്ചിട്ടുള്ളത് ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചും ചേർക്കാം. ഇത് പകുതി വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് അതൊന്ന് പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സബോള വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ഇപ്പോൾ വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ മാറ്റി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടെടുക്കുക. അതിൽ ഇതിനൊരു നല്ല കൊഴുപ്പ് കൊടുക്കും കേട്ടോ. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പോൾ. പ്രത്യേകിച്ചൊന്നുമില്ല, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത് മാത്രമല്ലോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണമെന്ന് മാത്രം. വെളിച്ചെണ്ണയിൽ അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ ആക്കിയെടുത്ത് അത് തണുക്കാൻ വെച്ചൊന്ന് നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്കൊരു കൊഴുപ്പ് വരും ചെയ്യും, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് കുടപ്പുളി ഒഴിക്കാം. ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 കുടപ്പുളി ഇട്ടിട്ട് ചെറുതാക്കിയിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് അത് അരച്ച് കൊണ്ടുവന്ന നമ്മുടെ അരപ്പിൻ്റെ മിക്സി ജാറ് ഒന്ന് കഴുകിയിട്ട് അതും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വേപ്പില ചേർത്തായിരുന്നു മുരിച്ചെടുത്തിട്ടുണ്ട് അത്. ഇനിയിപ്പോൾ നമ്മൾ സാധാ വേപ്പില ഇടണ പോലെ ഇട്ട് കൊടുക്കാം. മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചോണ്ട് മീനിൻ്റെ തലയിൽ കേട്ടോ. അതിൻ്റെ മുള്ളും എല്ലാം ഇതുണ്ട്. ഞാൻ ചെത്തി ഇങ്ങനെ മീനെടുത്തിട്ട് വറ്റ മീൻ ചെത്തിയെടുത്ത് അത് വറുക്കാനെടുത്തു. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ കഴിക്കാനുണ്ട്. എൻ്റെ മോൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അതിൻ്റെ തലയും അങ്ങനത്തെ സാധനം ഇതൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ വറുക്കാനെടുത്തു. ഞാനൊരു തലക്കറി വലിയ ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ ഏട്ടയും ഇതൊക്കെ വാങ്ങിച്ചിങ്ങനെ തലക്കറി ഉണ്ടാക്കില്ല. അപ്പോൾ ഇതിപ്പോൾ പറ്റിയെന്ന് മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും തലയാണ് കൂടുതൽ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായി പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഞാനൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്തിരി കഴിയുമ്പോൾ അങ്ങോട്ട് പുതുതായിട്ട് ഇങ്ങനെ ഒട്ടും ചാറില്ലാണ്ട് നല്ല രസമുണ്ട് ചാറ് കേട്ടോ. ഈ ചാറ് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.